തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. കെ ശൈലജ MLAയുടെ ഇടപെടലിനെ തുടർന്ന് മലയോര ജനതയ്ക്ക് യാത്രാ സൗകര്യമൊരുക്കി വീണ്ടും KSRTC. രാത്രി വൈകി എത്തുന്ന ട്രെയിൻ യാത്രികർക്കും രാവിലെ കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ജോലി സ്ഥലങ്ങളിലും എത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടിയാണ് കീഴ്പള്ളി, ആർളം ഫാം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് KSRTCയുടെ പുതിയ റൂട്ട് ആരംഭിച്ചത്. മട്ടന്നൂരിൽ ബസിന്റെ ഫ്ളാഗ് ഓഫ് കെ ശൈലജ നിർവഹിച്ചു. മലയോര മേഖലയായ കീഴ്പള്ളി, ഇരിട്ടി പ്രദേശങ്ങളിലേക്കും തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെയും ജനങ്ങൾക്ക് എത്തിപ്പെടാൻ രാത്രികാലങ്ങളിൽ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ കെ ശൈലജയ്ക്ക് ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി ശൈലജ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പുതിയ സർവീസ് അനുവദിക്കാൻ തീരുമാനമായത്. രാത്രിയിൽ കണ്ണൂരിലെത്തുന്ന വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രികർക്കും മറ്റ് യാത്രക്കാർക്കും ഈ സർവീസ് ഏറെ ആശ്വാസമാകും. കൂടാതെ കീഴ്പള്ളി, ആർളം ഫാം, മണത്തണ, പേരാവൂർ, നിടുംപോയിൽ, കണ്ണവം തുടങ്ങിയ മലയോര മേഖലകളിൽ നിന്നും തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് പോകേണ്ടുന്ന രോഗികൾക്കും ഈ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകേണ്ടവർക്കും ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ബസിന്റെ ഫ്ളാഗ് ഓഫ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ കെ ശൈലജ നിർവഹിച്ചു. അതുപോലെ തന്നെ വന്ദേ ഭാരതൊക്കെ എത്തുന്ന വൈകുന്നേരത്തെ സമയത്ത് ബസ് സർവീസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സർവീസായിട്ട് ഇതിൻ്റെ സമയം ക്രമീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ഫാമിൽ നിന്നടക്കം മലയോര മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് വിവിധ ആശുപത്രികളിലേക്ക് വരാം. ഇപ്പോൾ കണ്ണൂർ AKJ മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ജില്ലാ ഹോസ്പിറ്റലുണ്ട്. അവിടെയെല്ലാം പോകേണ്ടവർക്ക് ഫാമിൽ നിന്നൊക്കെ വരുമ്പോൾ സൗകര്യപ്രദമായൊരു യാത്രാ സൗകര്യം വേണം എന്ന് കുറേ കാലമായിട്ട് ആവശ്യപ്പെടുകയാണ്. തലശ്ശേരിയിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മിംസ്, അതുപോലെ ബേബി മെമ്മോറിയൽ തുടങ്ങിയിട്ടുള്ള കണ്ണൂരെ ആശുപത്രികളിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ടാകുന്നത് പേഷ്യൻറ്റിനടക്കം വരാൻ, രോഗികൾക്കടക്കം വരാൻ സൗകര്യപ്രദമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിവേദനം മട്ടന്നൂർ ഭാഗത്തു നിന്നും. നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുഗതൻ, P പുരുഷോത്തമൻ, M രതീഷ്, T കൃഷ്ണൻ, മുസ്തഫ ദാവാരി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് എല്ലാവരും ആദ്യയാത്രയിൽ പങ്കാളികളായി. രാത്രി കണ്ണൂരിൽ വന്ദേ ഭാരത് എത്തുന്നതിനനുസരിച്ച് 11:20 കണ്ണൂരിൽ നിന്നും ആരംഭിച്ച് 12 മണിക്ക് തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഇരിട്ടി, 1:45 കീഴ്പള്ളിയിൽ എത്തുന്ന രീതിയിലും പുലർച്ചെ 5:20 കീഴ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ആർളം ഫാം, മണത്തണ, പേരാവൂർ, നിടുംപോയിൽ, കണ്ണവം, കൂത്തുപറമ്പ്, തലശ്ശേരി വഴി 8 മണിയോടെ കണ്ണൂരിൽ എത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.